ഒരുമാതിരി മത്തങ്ങയൊക്കെ ആണെങ്കിൽ കിട്ടില്ല. ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? നമ്മള് താങ്ക്സ് ഗിവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നും നാളെയും ഓഫുണ്ട്. നമുക്ക് 2 ദിവസം ഓഫുണ്ട്. അപ്പോൾ നമ്മൾ അയറിനെ ഡ്യൂട്ടി സ്ഥലത്ത് കൊണ്ടാക്കി നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനും അവൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. കൂട്ടുകാരോട് മുന്നേ വന്നിട്ടുണ്ട്, അവൻ്റെ അമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഒന്നും സ്ഥലങ്ങളൊന്നും അധികം കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് നയാഗ്ര ഓൺ ദ ലേക്കിലേക്കാണ്. അപ്പോൾ അവിടെ കുറേ കാലം കാണാണ്ട്, കൂടുതലും അവിടെ ഫാം ഏരിയയാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് പോണത്. അവിടെയാണ് നമ്മളിന്ന് പോണ ഈ ഓൺ ദ ലേക്കിലാണ് ഏറ്റവും ചെറിയ ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ ഇനി അവനെ എടുക്കാൻ വേണ്ടി അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പം നമുക്ക് ഇനി അവനെയും അമ്മച്ചിനെയൊക്കെ കാണാം. അപ്പം ഇന്നത്തെ വിശേഷം അവൻ്റെ കൂടെ ആയിരിക്കും. അപ്പം ഇന്ന് അവൻ്റെ പേര് ആൽവിൻ എന്നാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടികൾ. ദീപ് വരുന്നുണ്ട് ആൽവിൻ, നമ്മുടെ കൂട്ടുകാരൻ ആൽവിൻ, ആൽവിൻ്റെ അമ്മച്ചി. ഇതാണ് ആൽവിൻ. ഗ്ലാമർ നേരായിട്ട് വരണേട്ടോ, അന്ന് കറങ്ങാൻ സെറ്റപ്പിലായിട്ട് വരണാണ്. ഇതാണ് ആൽവിൻ്റെ അമ്മച്ചി. അവളെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 6:30 കഴിയുള്ളൂ. ഈ കാണുന്നതൊക്കെ മുന്തിരി ആട്ടോ. നമ്മൾ പോണ റോഡിന്റെ 2 സൈഡിൽ ഇത് ഫുള്ള് മുന്തിരികൾ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കൊറോണം വലയിട്ട് നിർത്തിയുണ്ട്, കൊറോണം വെറുതെ നിർത്തിയുണ്ട്. ഇതിപ്പോ നമ്മൾ പോണ വഴിക്കുള്ള ഒരു അടിപൊളി കാഴ്ചയാണ്. ഏക്കർ കണക്കിന് മുന്തിരിപ്പാടാട്ടോ ഈ റോഡിന്റെ 2 സൈഡില്. അങ്ങനെ നമ്മൾ ചാപ്പലിൽ എത്തിയിട്ടാ. അപ്പൊ ആലുവിനെ അമ്മ നേരെ അകത്തേക്ക് പോകണം. അവർ ആദ്യം ഇവിടെ വരണം. ഞാനിവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പുറത്തൊക്കെ നിന്ന് കാഴ്ച കണ്ട് നിൽക്കായിരുന്നു. ഈ ചാപ്പലിന്റെ പേര് പറയുന്നത് ലിവിങ് വാട്ടർ വെസ്റ്റ് സൈഡ് ചാപ്പൽ എന്നാണ് കേട്ടോ. ഇത് ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറെ ടൂറിസ്റ്റുകൾ വരും. ഇതിന്റെ അടുത്ത് തന്നെയാണ് നയാഗ്ര ഫോൾസ് ഒക്കെ ഉള്ളത്. ഈ കാണുന്ന ചാപ്പലിന്റെ ബാക്കിൽ ഫുള്ള് ഫ്രൂട്ട്സ് ഫാം ആട്ടോ. ആ കാണുന്നതൊക്കെ മുന്തിരി, ആപ്പിള്, പീച്ച് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് അവരുടെ തന്നെ ഷോപ്പ് ഈ സൈഡിലുണ്ട് കേട്ടോ. അവരുടെ തന്നെ ഒരു ഷോപ്പാണ് ആ കാണുന്നത്. നമുക്ക് അവിടെ പോവാം. അവിടെ ഇപ്പൊ താങ്ക്സ് ഞങ്ങൾ മുന്നേ വരുമ്പോ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. മീൻസ് ഇങ്ങനെ അവിടെ താങ്ക്സ് ഗിവിന്റെ പംകിൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം, അതിൻ്റെ ഉള്ളിൽ കാണാം. അവർ ഇവിടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് അവർ വയ്ക്കുക, ഫ്രഷ് ആയിട്ട് വയ്ക്കുക. നല്ല ടേസ്റ്റൊക്കെയാണ്. നമ്മൾ വന്നിട്ട് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിനി ഇതിൻ്റെ നേരെ ഇതിൻ്റെ അകത്തേക്ക് പോകട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകം തുറക്കുമ്പോൾ ചെറിയ ചാപ്പലാട്ടോ. അത് നേരെ നോക്കുമ്പോൾ ഒരു ഗോത്തിക് മോഡൽ ഡിസൈൻ കാണാം. അവിടെ ഒരു ചില്ല്, അതിൻ്റെ അവിടെ ഒരു പീഠം, അതിൻ്റെ മുകളിൽ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചുണ്ട് ബാക്കിൽ നിന്ന് ഈ സമയത്തായി കാരണം. പിന്നെ പറയാനുള്ളത്, ഈ ചാപ്പൽ പണിതിട്ട് ഏകദേശം 61 വർഷമായിട്ടുണ്ട്. 1964 ഈ ചാപ്പൽ പണിതിട്ടുള്ളത് കേട്ടോ. ഇത് കാനഡയിൽ തന്നെ ഏറ്റവും ചെറിയ ചാപ്പലാണ്. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ചെറിയ ചാപ്പലാണെന്ന് അറിയപ്പെടുന്നത് ഇപ്പം. പിന്നെ ഇതിനുള്ള 6 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഇത് 1964 പണിതപ്പോൾ എനിക്ക് ഗൂഗിൾ നോക്കിയപ്പോൾ കിട്ടിയ കേട്ടോ. ഇപ്പോൾ ഇതിലാകെ 5 സീറ്റിംഗ് ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സീറ്റ് മാറ്റിയിട്ടാണ് അവിടെ ഒരു ടേബിളും, അവിടെ നമുക്ക് നാട്ടിലൊക്കെ പള്ളികളിലുള്ള പോലെ നിയോഗങ്ങൾ എഴുതാനുള്ള ഒരു ബുക്കാന്ന് തോന്നുന്നു. പിന്നെ ഒരു നേർച്ചപ്പെട്ടി എല്ലായിടത്തും ഉണ്ട്. വേൾഡിൽ എല്ലായിടത്തും പോലും നേർച്ചപ്പെട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതിൽ എഴുതാം. ഇത് മറിച്ച് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഭാഷകളാണ്. ചൈനീസ്, ജാപ്പനീസ്, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ വേണ്ട എല്ലാ ഭാഷകളും അതിലുണ്ട്. അത്ര ഭാഷ എനിക്ക് അറിയുള്ളൂ. ബാക്കി അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവുള്ളൂ. പിന്നെയുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ ചാപ്പലിന്റെ വിശേഷങ്ങൾ. വളരെ വർഷം പഴക്കമുള്ള ചാപ്പലാണിത്. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാട്ടോ. ഇതൊരു ഇവിടെ തന്നെ ഫാമിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നത് താങ്ക്സ് ഗിവിൻ്റെ നമ്മുടെ പംകിൻസ് ആണ്. പംകിൻസ് നമ്മൾ കുറേ കണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പം ഇങ്ങനെ ഇവൻ്റ് പോലെ ചെയ്തു വയ്ക്കും പംകിൻസ് കാര്യങ്ങൾ കിട്ടാം. ഇത് കണ്ടോ, അത്ര വലിപ്പമുള്ള പംകിൻസ് ആണ്. ഇത് ചൊറി പിടിച്ച കുറച്ച് പംകിൻസ് ഉണ്ട്. ഇത് ഇതൊക്കെ ചൊറി ഉണ്ട്. ഇതിന് ചൊറി പിടിച്ചിട്ട് വന്നതാണ്. ഇത് താങ്ക്സ് ഗിവിൻ്റെ ഒരു സെറ്റപ്പാണ്. ഹലോവിൻ്റെ ആൾക്കാരുണ്ട്. പല്ലൊക്കെ പുറത്തുണ്ട് പ്രായത്തിൻ്റെ പോലെ കണ്ട. ഇത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം. നമുക്ക് അതിൻ്റെ ഇത് വീടുകളുടെ ഫ്രണ്ടിൽ കുറേ നിരത്തി വെക്കും. ഈ ചെറിയതൊക്കെ ഇങ്ങനെ പടിയുമ്പോൾ വെക്കാൻ എന്താ. ഇതൊക്കെ ഒറിജിനൽ കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഇതൊക്കെ പംകിൻസിൻ്റെ കളറൊക്കെ നമ്മൾ നാട്ടിൽ പണ്ടത്തെ സ്കൂളിലൊരു മിഠായി കിട്ടായിരുന്നു. ഇങ്ങനത്തെ കോലുമിഠായി പല കളറിൽ സൈഡൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒറിജിനൽ സാധനമാണ് കേട്ടത്. ഇതൊക്കെ പംകിൻസാണ്. പംകിൻസിൻ്റെ ഒക്കെ ഓരോ പേരുകളും അതിൻ്റെ റേറ്റും കാര്യങ്ങളാണ് ഈ കൊടുത്താണ് കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ പേരൊക്കെ നോക്കി അതിൽ പേരുകളാണ്. പൈസ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇതിന് LBക്കാണ് പ്രൈസ്. കിലോനല്ല, ഒരു LB എന്ന് പറയുന്നത് എത്ര കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കേണ്ടി വരും, അല്ലാണ്ട് അറിയില്ല.
അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ. വെയിൽ കാരണം നമുക്ക് ഫേസ് ഒന്നും കറക്റ്റ് കിട്ടില്ല കേട്ടോ. നമുക്ക് ഇത് വെറൈറ്റി സാധനങ്ങൾ ഇതാ കേട്ടോ. നോക്കി കടൽ കുതിര എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, അതങ്ങനത്തെ ഇതിലാണ് ഇവിടുത്തെ പംകിനൊക്കെ ഉണ്ടായിരുന്നത്. പല ഷേപ്പ് ഉണ്ട്. പിന്നെ മറ്റേ നക്ഷത്ര മത്സ്യം ഉണ്ടായല്ലോ, അതെ നക്ഷത്ര മത്സ്യത്തിൻ്റെ ഷേപ്പ്. ഇതൊക്കെ കടലിലുണ്ടാവണ പംകിനങ്ങനെ ഉണ്ടാകുന്നു തോന്നുന്നു. പലതും കടലിലെ ഷേപ്പിലിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹനുമാൻ്റെ ഗത അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കി ഇങ്ങനത്തെ പംകിൻസൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടും കൂടി ഇല്ല. പല ഇതുണ്ട് കേട്ടോ. പിന്നെ കുളിക്കുന്ന ഷവറുണ്ടായി പറഞ്ഞത്, ഒന്ന് കുളിച്ചോണ്ടിരിക്കും ഇവിടെ. കുളിക്കുന്ന ഷേപ്പിൽ താമരമുട്ടൊക്കെ പോലെ അല്ലേ, പല മോഡലിലാണ് ഇവിടെ. ഇതൊക്കെ കൊണ്ട് വണ്ടറായി നിൽക്കണം അമ്മച്ചി. ഇതൊരു അമ്മച്ചി ഇതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ. പല ഷേപ്പുണ്ട് അതെ, പല ഷേപ്പിലുണ്ട്. എല്ലാ ഷേപ്പിലും മത്തങ്ങ ഇവിടെ. പംകിൻ ഹാർവെസ്റ്റ് എന്നല്ലേ ഞാൻ പറയാം പരിപാടി. പംകിൻ ഹാർവെസ്റ്റ് ഇത് ഹലോവിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. ഇവിടെ കുഞ്ഞേ പംകിനുണ്ട്. മൊത്തം പരിപാടികൾ മൊത്തം കളർഫുള്ളാണ് ഇവിടെ കേട്ടോ. ഇവരുടെ ഫാമുകളിൽ നിന്ന് ഉണ്ടാക്കിയാണ് സാധനം കേട്ടോ. പിയറാണിത്, ഇവരുടെ ഫാമിൽ നിന്ന് എടുത്തത്. ഇത് കുറച്ചും കൂടി പഴുത്ത പിയറാണ്. ഇത് പിയർ ജാം, ഇതൊക്കെ ഇവർ തന്നെ മേക്ക് ചെയ്ത് ഉണ്ടാക്കണ്ട. ഇതിലാണ് മുന്തിരി വൈനിട്ട് ഇങ്ങനെ ജാറാണ് ഇത് ശരിക്കും. അങ്ങനെ ചെറിയ ചെപ്പുകൾ വെച്ചാണ്. അത് പീച്ചിൻ്റെ ജാമാണത്, ആപ്പിൾ ജാമുകൾ. ഇതിന് ജാമുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന് ചെറിയ ബോട്ടിലുണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 60 ml $3.9, 3 $10 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആപ്പിളാണ്, ആപ്പിൾ. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. പല സൈസ് ഉണ്ട്. പിന്നെ നമുക്കിത് ജാമും സാധനം ബിസ്ക്കറ്റാണ്, ജാം. അത് നമുക്ക് ഈ ജാം ടേസ്റ്റ് ചെയ്യാനുള്ളത് ഇത് അതിനോരുണ്ട് ചെറുത്. ഇതിങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നവർക്ക് അതെടുത്തോ, കുഴപ്പമില്ല അതെടുത്തോ. ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇവിടെ തന്നെ മേക്ക് ചെയ്ത് ഇവർ തന്നെ ഉണ്ടാക്കണ ഐസ്ക്രീംസ് ആണ്. Flavor, this one, the first one. That one is premix and cream. Okay, I need these. അത് മതി കഴിച്ചാലേ വെറൈറ്റി കഴിച്ചു നോക്കാം. Yeah. അത് ഐസ്ക്രീം കൂടെ തന്നെ ക്വാണ്ടിറ്റി നോക്കാം. ഹെവി ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിലുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഇത് കഴിച്ച് ചില്ലായിട്ടിരിക്കാൻ പോകണം. എനിക്ക് തോന്നി നമ്മളെ പോലീസ് പഠിക്കും. പണി കാശും നമ്മൾ ചാപ്പലൊക്കെ കണ്ട് തിരിച്ചു പോകണമെങ്കിൽ നമുക്കൊരു മ്യൂസിയം കൂടി കാണാനുണ്ട്. അങ്ങോട്ടുള്ളൊരു യാത്രയാണത്. അതിൽ അവിടെ ക്യാമറ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പറ്റാണെങ്കിൽ നമ്മൾ അവിടെ കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇതേ പോണ പോക്കിൽ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മ്യൂസിയം കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കാം. ഓക്കെ, ബൈ.